നമസ്കാരം. നമസ്കാരം. ഇ ഡി വീണ വിജയന് സമൻസ് അയച്ചിരുന്നു. വീണ വിജയന് മാത്രമല്ല, കരിമണൽ കർത്ത അടക്കം അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം മകനടക്കം ഉള്ള 9 പേർക്കാണ് ഇ ഡി ഇപ്പം നിലവിൽ സമൻസ് അയച്ചിട്ടുള്ളത്. അപ്പം ഇ ഡിയുടെ പോക്ക് വളരെ കൃത്യമാണ്. അത് പിണറായി വിജയനിലോട്ട് എന്നുള്ള കാര്യം വളരെ അത് ഷോൺ ജോർജ് അടക്കം കൃത്യമായിട്ട് പറഞ്ഞു. ഷോൺ ജോർജ് ഇപ്പം മിഞ്ഞാന്ന് പറഞ്ഞത്, നിങ്ങളെല്ലാവരും പാടെ വീണ 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 എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തണ്ട, യഥാർത്ഥ ലക്ഷ്യം വീണയല്ല, അത് പിണറായി വിജയൻ എന്നാണ് ഷോൺ ജോർജ് അടക്കം പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അത് ലക്ഷ്യം വെക്കുന്നത് പിണറായി വിജയനിലോട്ടാണ്. പക്ഷേ ഇതേവരെ പിണറായി വിജയൻ ചോദ്യം ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്യാണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇ ഡിയുടെ വാഹനങ്ങൾ CPM അടിച്ച് തകർത്തത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത്ര പെട്ടെന്നുള്ളൊരു നടപടി ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാനുള്ള നടപടി, പക്ഷേ അതിവേഗ നടപടി. ഇ ഡി ഡയറക്ടർ നേരിട്ട് നവീൻ രാഹുൽ കേരളത്തിലോട്ട് വരുന്നു. ഇതുവരെ കേട്ടുകളില്ലാത്ത സമ്പ്രദായമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവർ ഇതിപ്പം എനിക്ക് തോന്നുന്നില്ല ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാരണം അവരെ കയ്യാങ്കളി ചെയ്യുന്നു, അവരെ പ്രവർത്തകരെ അല്ലെങ്കിൽ അവരെ ഓഫീസർ ഉദ്യോഗസ്ഥന്മാരെ CPM അതെ CPM ഉദ്യോഗസ്ഥർ ഇങ്ങനെ പച്ചക്ക് നടു റോട്ടിൽ ആൾക്കാരെ മുമ്പിൽ, മാധ്യമപ്രവർത്തകരെ മുമ്പിൽ, അതും ദേശീയ മാധ്യമങ്ങളടക്കം നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അതുമാത്രമല്ല, ചെയ്തതിന് ശേഷം അവർക്ക് പാർട്ടി ഓഫീസിലോട്ട് കയറുന്നു, പോലീസ് അവസാനം അവരെ മുമ്പിൽ കേഴുന്നു, അവരൊന്ന് പുറത്തോട്ട് വിട്ടു തരുമോ എന്നുള്ള അവസ്ഥയിലോട്ട് വരെ പോകുന്ന കേരള പോലീസിന് വലിയ എന്താ പറയുക മാനക്കേടുണ്ടാക്കിയ സംഭവമാണത്. അപ്പോൾ ഇത്തരത്തിൽ പോകുമ്പം ഇപ്പോൾ അതിനൊരു എന്താ പറയുക ക്യാപ്സൂൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. കാരണം പിണറായി വിജയൻ പിന്നീട് പറഞ്ഞത് എന്നെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ തല്ലിപ്പൊളിച്ചത് എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു പക്ഷേ ഇ ഡിയെ ഇത്രത്തോളം അക്രമാസക്തമായി പ്രവർത്തിക്കാൻ കാരണമാക്കിയത് ഈ ഒരു വണ്ടി അടിച്ചമർത്തിയ കേസൊക്കെയാണ്. അപ്പം എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഒരു അഴിമതി കേസിനേക്കാൾ അപ്പുറം ഒത്തിരി പേരുടെ പേര് അഴിമതി കേസ് വരാത്ത കോൺഗ്രസിലെ UDF LDF മന്ത്രിമാരുടെ പേരിൽ നേതാക്കന്മാരുടെ പേരിലും പലതരത്തിലുള്ള അഴിമതി കേസുകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഫിസിക്കലായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ തടസ്സപ്പെടുത്തുന്നത് ഈ കേസിൽ. ഇതിനു മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ പല ഭാഗത്തു നിന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പ്രതികളെ CPM-ൻ്റെ ഉന്നത നേതാക്കളോ DYFIയുടെ നേതാക്കളോ എത്ര വലിയ കുറ്റം ചെയ്താൽ പോലും ബലമായിട്ട് സ്റ്റേഷനിൽ പോയി മോചിപ്പിച്ച ചരിത്രം കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. അത്തരം പ്രവർത്തികൾ ചെയ്ത് പരിചയസമ്പന്നരായ ഒരു വിഭാഗം അണികളാണ്. അതിൻ്റെ ഗൗരവം അറിയത്തില്ല. പാർട്ടി നേതാവ് പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്നതിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവരും. അവിടെ തൂക്കിക്കൊല്ലാൻ വെച്ചിരിക്കുന്നവനാണേലും അവനെ ഇറക്കിക്കൊണ്ടുവരും, കയറ് പൊട്ടിച്ചു വിട്ട് ഇറക്കിക്കൊണ്ടുവരും. അതാണ് അവരുടെ പ്രവർത്തന ശൈലി. അത് ധീരതയാണ്, അംഗീകാരമാണ്, പാർട്ടിക്ക് വേണ്ടിയുള്ള വലിയ സേവനമാണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഈ മണ്ടന്മാർ ഇവിടെയും അത് വിചാരിച്ചു. ഇത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പാർട്ടി, അതെ, അവിടെയാണ് ഇവരുടെ പറ്റിയ തെറ്റ്. കേരളത്തിൽ പിണറായി വിജയനെ ഒരു സിംഗിൾ ഇൻഡിവിജ്വലുമായിട്ട് പാർട്ടിയുടെ വ്യക്തിത്വം, സമ്പൂർണ്ണമായ വ്യക്തിത്വം ഇവർ മെർജ് ചെയ്തു. പിണറായി വിജയനെ ഫൽസിക്കാരെ കുറ്റം പറയാന്ന് പറഞ്ഞാൽ പാർട്ടിയെ പറയുന്നതിന് തുല്യമായി. പാർട്ടിയെ പറയുന്നതിന് തുല്യം എന്ന് പറഞ്ഞാൽ പാർട്ടി അണികളെ പറയുന്നതിന് തുല്യമായി. അണികളെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതിന് തുല്യമായി. ആ രീതിയിൽ വ്യാഖ്യാനിച്ച് ഇവർ പിണറായി വിജയനെതിരായി ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കേരളത്തിലുണ്ടാക്കി. അത് വന്ന് ഇ ഡി അന്വേഷിക്കാൻ വന്നപ്പോൾ രണ്ട് സംഭവങ്ങൾ ഓർക്കണം. ഇ ഡിയുടെ പിണറായി വിജയൻ്റെ കൂടെ താമസിക്കുകയാണ് ആര്? വാടക വീട്ടിൽ പിണറായി വിജയൻ്റെ വാടക വീടിനടുത്ത് പോലും താമസിക്കണം. ഒഫീഷ്യൽ വീട്ടിലാണ് കുറേക്കൂടെ ഗൗരവം ഇതിനകത്ത് വരും. പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലാണ് വീണ താമസിക്കുക. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നെങ്കിൽ സിറ്റുവേഷൻ മാറും. ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള പ്രശ്നമാവും. അത് പിണറായി വിജയൻ ആൻസറബിളാകും പലതും. ഇത് വാടക വീട്ടിൽ വീണ താമസിക്കുന്നത് പിണറായി വിജയൻ ഡിസോൺ ചെയ്യാം. ഞാനില്ലാത്ത സമയത്ത് വീണ വന്നതെന്ന് പറയാം. അങ്ങനെ പല കാര്യങ്ങളും പറയാം. മകളായതുകൊണ്ട് ഇറക്കി വീട്ടിലെന്ന് പറയാം. വലിയ ഉത്തരവാദിത്തമില്ലാതെ കൈ ഒഴിയാവുന്നതാണ് പിണറായി വിജയൻ. ആ ബുദ്ധിയാണ് അവിടെ വാടക വീട്ടിലേക്ക് മാറാൻ പ്രചരിപ്പിച്ചത്. ഇപ്പോൾ വീട് കിട്ടാഞ്ഞിട്ടില്ല. സർക്കാർ തന്നെ വീടെടുത്ത് കൊടുത്തേനെ, അല്ലെങ്കിൽ സതീശൻ മാറുമ്പോൾ കിട്ടിയേനെ. അതിൽ നിന്ന് നിൽക്കാതെ വാടക വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ മാറുകയത്. സാധനങ്ങളെല്ലാം അതിന് മുമ്പ് തന്നെ കൊണ്ടുപോയി. അത് രണ്ടുദ്ദേശമുണ്ട്. ഒന്ന്, എന്തെങ്കിലും രഹസ്യ സാധനങ്ങൾ ക്ലിഫ് ഹൗസിലുണ്ടായിരുന്നു, അതെല്ലാം അവിടുന്ന് മാറ്റണം. ഒന്നാമത്തെ കാര്യം. ഒഫീഷ്യൽ വസതിയിലേക്ക് മാറ്റുമ്പോഴേക്കും ചിലപ്പോൾ വീണ്ടും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാകും. അതിൻ്റെ കാവൽക്കാരനൊക്കെ മാറും. അതിന് വേറെ സെപ്പറേറ്റ് കാവൽക്കാരൻ കാണും, കെയർ ടേക്കർ കാണും. അതാണ് സ്ഥിതി. ആ സിറ്റുവേഷൻ ഒഴിവാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ വീണയെ അവിടെ കൊണ്ട് താമസിപ്പിച്ചത്. ഇനി ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഉമ്മൻചാണ്ടിയുടെ പേരിൽ സരിതയായിട്ടുള്ള അടുത്ത ബന്ധമുള്ളപ്പോൾ, അതായത് സരിതയുമായി ബന്ധപ്പെട്ടില്ലാത്ത കഥകളും കേസുകളും ഉണ്ടാകുമ്പോൾ ഇവിടെ കടപ്പാൻ പറ്റുന്ന സ്ഥലമുണ്ട് കോട്ടയം ജില്ലയിൽ. കേരള കോൺഗ്രസിൻ്റെ കേന്ദ്രമാണ്. അവിടെ ഉമ്മൻചാണ്ടി ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ ചെന്നു. മീറ്റിങ്ങിൽ സ്റ്റേജിൽ ഉമ്മൻചാണ്ടി പ്രസംഗിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് സരിത
അവിടെ സെക്രട്ടേറിയറ്റൊക്കെ കറങ്ങി പലർക്കും പല ഉദ്യോഗസ്ഥന്മാർക്കും പല നേതാക്കന്മാർക്കും പരിചയമുണ്ട്. സരിത വേറൊരു സൈഡിലെ സ്റ്റേജിലേക്കുള്ള സൈഡിലെ സ്റ്റെപ്പിൽ കൂടെ ചെന്ന് ഉമ്മൻചാണ്ടി ഇടയിലൊരു പേപ്പർ നോക്കാൻ കൊടുക്കുകയാണ്. ഉമ്മൻചാണ്ടി പേപ്പർ നോക്കുന്ന സരിത കുനിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ മുഖത്തിൻ്റെ അടുത്ത് വരെ കൊണ്ടുവരാണ് ഇവളുടെ മുഖം. അത് ഫോട്ടോയാവുന്നു, ഒരു ക്യാമറാമാൻ എടുക്കുന്നു, ദേശാഭിമാനിയിൽ അത് വലിയ ചിത്രമാവും. ഇപ്പോൾ ഇവരുമായി അത്ര ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ്. അതിനേക്കാൾ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് പിണറായി വിജയനും മകളുമായിട്ടുണ്ടെന്ന് കാണിച്ചു. ഇപ്പോൾ ഓരോന്നിനും തിരിച്ചടി കിട്ടുന്നത് അങ്ങനെ തന്നെയാണ്. പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് വീണയെ ചോദ്യം ചെയ്യുകയോ വീണയുടെ റെക്കോർഡ് കിട്ടുകയോ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും വീണ വിജയന് അങ്ങനെ കാശ് കൊടുക്കാൻ മാത്രം കർത്താത്തരം മണ്ടനാണ്. കർത്താത്തരം കർത്തല്ല. പെട്ടെന്ന് പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കർത്ത അതിന് അത്ര മണ്ടനല്ല. കൂടി ഉണ്ടാക്കിയവനാ കർത്ത, നശിപ്പിച്ചവനല്ല. സാമ്പത്തികമായി എങ്ങനെ നേട്ടം ഉണ്ടാക്കണമെന്ന് എവിടെ എറിഞ്ഞാൽ കൂടുതൽ കാശ് കിട്ടുമെന്നും കർത്താവിനറിയാം. ഇതൊരു ഇവർക്കെല്ലാം കർത്താക്ക് നക്കാപ്പിച്ചയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഈ 2 കോടിയോ അല്ലെ 3 കോടിയോ ആയിരിക്കില്ല വീണയ്ക്ക് കൊടുത്തത്. അതിൻ്റെ 2, 3, 4, 0 വരെ ചിലപ്പോൾ കുറവ് കാണും. ഇപ്പോൾ പലരും 2.72 ലക്ഷം അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകും. കാരണം ഇപ്പോഴത്തെ കച്ചവടമല്ല ഇത്, ഇപ്പം കിട്ടുന്ന ലാഭത്തിൻ്റെ കച്ചവടമല്ല. മുന്നോട്ട് കിട്ടാനുള്ള 2, 3 വർഷം കൊണ്ടല്ല 4, 5 വർഷം കൊണ്ട് ഇവർക്ക് കരിമണലിൽ മാത്രമല്ല അവിടെയുള്ള ധാതുക്കൾ കയറ്റുമതി ചെയ്യാനും അതിൽ നിന്ന് കാശുണ്ടാക്കാൻ പറ്റും. ഈ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ അണുവായുധങ്ങൾ ഉണ്ടാക്കാൻ വരെ ഉപയോഗിക്കുന്ന ധാതുക്കൾ. ഇത് പാകിസ്ഥാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്താൽ ഇവർക്ക് പിണറായി വിജയൻ രാജ്യസ്നേഹം ആ രീതിയിൽ അവർ പ്രകടിപ്പിക്കാറില്ല. അത്തരം മിലിറ്റൻ്റ് രാജ്യസ്നേഹം അല്ല അവർ. ഇവരെ കച്ചവടം കിട്ടി ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ലാഭത്തിൻ്റെ രുചി അറിഞ്ഞു. ലാഭത്തിൻ്റെ രുചി അറിഞ്ഞപ്പം ഉറപ്പായിട്ടും ഇവർ ആ ലാഭത്തിൻ്റെ പുറകെ പോകും. ലാഭം ഉണ്ടാക്കുന്നത് തെറ്റല്ല എന്നുള്ള രീതിയിൽ മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് ഇവർ വരികയാണ്. നീതി വെട്ടിക്കുന്നത് തെറ്റല്ല എന്നുള്ള മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രം ഇവരും പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. ഇതിലിപ്പം SFIയുടെ കയ്യിൽ നിന്നും മൊത്തം രേഖകൾ കിട്ടിയിട്ടില്ല ഇടിക്ക് ഇതുവരെ. അത് കോടതിയോട് പറഞ്ഞിട്ടുണ്ട്, കോടതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടതിയുടെ SFIയുടെ കയ്യിൽ നിന്ന് രേഖകൾ കിട്ടുന്നതിന് മുമ്പ് 134 രേഖകളുണ്ട്. അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ED പോയിട്ട് വീണയ്ക്ക് വേണ്ടി സമൻസ് അയക്കുന്നു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ ഒന്നുകൂടി ചോദ്യം ചെയ്യുന്നല്ലോ ഇതിൻ്റെ അർത്ഥം. അത് വീണ ട്രാപ്പിലാക്കാനുള്ള ഒരു കെണിയും കൂടിയാണ്. SFIയുടെ രേഖ കിട്ടുന്നതിന് മുമ്പ് ED ചോദിക്കണ ചോദ്യങ്ങൾക്ക് ഉത്തരം വീണ പറയേണ്ടി വരും. എന്തൊക്കെയാണത്? 2, 2, 4 ആണോ എന്നുള്ള ഉത്തരമാണ്. അങ്ങനത്തെ ചോദ്യങ്ങൾ വരെ ചോദിക്കാം. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പം വീണ പറയുന്ന ഉത്തരം ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്ന SFIക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇവൾ റെഡ് ഹാൻഡായിട്ട് പിടിക്കപ്പെടും. കോൺട്രഡിക്ഷൻ ഭയങ്കര അല്ല, കോൺട്രഡിക്ഷൻ ഉണ്ടാവുമല്ലോ. കാരണം ഇത്തവണ കുറേ കൂടെ തയ്യാറെടുത്താ പറയാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത്രയും തയ്യാറെടുപ്പില്ല. ഒതുക്കാൻ പിണറായി വിജയൻ അധികാരത്തിലുണ്ട്, ധൈര്യം ഉണ്ടായിരുന്നു. ഇത്തവണ ധൈര്യമില്ല. പിണറായി വിജയൻ്റെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ സ്ട്രോങ് ആയിട്ടുള്ള പിൻബലം കിട്ടും എന്നുള്ള ധാരണ ഇപ്പോൾ ഇല്ല. ആ ധാരണ ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ ആ ധാരണ പോയി പിടിക്കപ്പെടുമോ? എന്തായിരിക്കും സതീശൻ്റെ ആറ്റിറ്റ്യൂഡ്, രമേശ് ചെന്നിത്തലയുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ പുതിയ ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിനായി ഇവരും കൂടെ സഹായിച്ചാലോ? ഇവർ സഹായിക്കാന്ന് ഇപ്പോൾ പ്രശ്നം ആ അടിയാണ് പ്രശ്നം. കേരള ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകാനുള്ള സാധ്യത മുഴുവൻ ഇവിടെ ഇല്ലാതായി. ഉദ്യോഗസ്ഥന്മാരെ സമ്മതിക്കില്ല. ഒരു വശത്ത് പോലീസിൻ്റെ അടി കിട്ടി. കേരള പോലീസിനായിട്ട് പിള്ളേരും അടി, SFIക്കാർ പിള്ളേരും അടി കൊടുക്കും. പണ്ട് കൊടുത്തിട്ടുണ്ട്. അത് മാർക്സിസ്റ്റുകാർ ഭരിക്കുമ്പോൾ മിണ്ടാൻ പറ്റിയില്ല. പക്ഷെ അതൊക്കെ കൊണ്ട പോലീസുകാരനൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവൻ സൗകര്യം കിട്ടുന്നത് അടിയും. റഹീം പറഞ്ഞ് നിർബന്ധിക്കേണ്ടി വന്നു സമരം ചെയ്യാനായിട്ട്. ഇനി ഇപ്പോൾ ഇന്ത്യ സമരം ഉണ്ടാകാത്ത വീണ സമൻസ് അയച്ചപ്പോൾ നാളെ സമരം വേണ്ടേ? അതിനാ നാളെ കേരള ബന്ധു വേണ്ടേ? ചെയ്യുമോ? ചെയ്യാൻ സാധ്യത കുറവാണ്. അണികളെ കിട്ടാൻ സാധ്യത കുറവാണ്. ശിക്ഷിക്കപ്പെടുമെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ജാമ്യത്തിൻ്റെ വ്യവസ്ഥ 2 അപകടമുണ്ട്. ജാമ്യത്തിൻ്റെ വ്യവസ്ഥ പലപ്പോഴും വരുന്നത് എന്തെങ്കിലും പൊതുമുതലിന് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ രംഗത്ത് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ തുക മുഴുവൻ കോടതി കിട്ടിവെച്ചിട്ട് ജാമ്യം കിട്ടുള്ളൂ. ഇതിൻ്റെ നഷ്ടം എത്ര കണക്കാക്കാൻ? ED തടഞ്ഞതിന് പോലും ഉണ്ടായ നഷ്ടം, കാർ വെഹിക്കിൾസിനുണ്ടായ നഷ്ടം, ഇവർക്ക് അടി കിട്ടിയതിൻ്റെ നഷ്ടം, ചികിത്സയുടെ നഷ്ടം, ഇവരുടെ ഡ്യൂട്ടി തടസ്സപ്പെട്ട നഷ്ടം, ഈ നഷ്ടം എല്ലാം കൂടെ കണക്ക് കൂട്ടി കെട്ടിവെക്കേണ്ടി വരും. കോടതി പറഞ്ഞത് ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണെന്ന് പറഞ്ഞത്. ED ആക്രമിച്ചത് ED ആക്രമിച്ച രാജ്യദ്രോഹ കുറ്റം എന്ന് വേണേൽ കോടതിക്ക് പറയാം. അതെല്ലാ കേസിലും അങ്ങനെ കോടതി പറയുകയില്ല. അത് ഇപ്പോൾ ED പിണറായി വിജയൻ്റെ പണ്ട് അധികാരത്തിലിരുന്ന സമയത്ത് 2 വർഷം മുമ്പാണ് ഇങ്ങനെ ED പറയുകയില്ല. റെക്കോർഡല്ല ഇവിടെ കൊടുത്തിട്ട്. ഈ രാജ്യദ്രോഹികളുടെ സെക്രട്ടേറിയറ്റിലാണ് സൂക്ഷിക്കാൻ കൊടുത്ത റെക്കോർഡല്ല, സ്വർണ്ണക്കടത്തിൻ്റെ. ഒരു മാസം കഴിയുമ്പോൾ കത്തിപ്പോയി. എന്നിട്ട് അത് പ്രതികളെ തന്നെ സൂക്ഷിക്കാൻ കൊടുത്തിട്ട് പോവാ എൻഫോഴ്സ്മെൻറ്റുകാർ. എന്നിട്ട് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാന്ന് പറഞ്ഞു.
അത് അത്തരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും ഈ ഒറ്റ അടി കൊണ്ട് ആ അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി. അതെ. ഇനി പിണറായി വിജയൻ എടുക്കാൻ പോകുന്ന നിലപാട് അല്ല പ്രധാനം. ഈ വിഷയത്തിൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എടുക്കാൻ പോകുന്ന നിലപാടാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ തീരുമാനം എടുക്കാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റും. ഇതിലിപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് അത്ര വലിയ ഗൗരവമുള്ള കേസൊന്നുമല്ല, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിച്ചാൽ മതി, പിണറായി വിജയൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് അത്ര ഗൗരവമുള്ള സാധനമല്ല എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. റിയാസ് പറഞ്ഞതാണെങ്കിൽ എന്താ പറയുക, ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ നമ്മൾ മുമ്പും കണ്ടതും കൊണ്ടതുമാണ്, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. SFIയിലോട്ടും CPM-ലോട്ടും ചേരുമ്പം ഇതൊക്കെ ഞങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഞങ്ങൾ ചേർന്നത്, അതുകൊണ്ട് ഇതിലൊന്നും ഞങ്ങൾ പേടിക്കില്ല വിറക്കില്ല എന്നുള്ള കാര്യമാണ് റിയാസ് പറഞ്ഞത്. അപ്പം മറ്റൊരു തെറ്റായിരുന്നു ഇവിടെ പറയണം. ED എതിർക്കാൻ പോയത്, പാളയ ഏരിയ കമ്മിറ്റി അവിടുത്തെ മെമ്പേഴ്സ് എതിർക്കാൻ പോയത്, ED ഉദ്യോഗസ്ഥന്മാരത്തെല്ലാം നോക്കി അവിടെ കാർ തകർക്കാൻ പോയത് തെറ്റ് പറ്റിയതാണെന്ന് കൂടെ പറയണ്ടേ കൂട്ടത്തിൽ. ഒന്നുമില്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട എന്നാന്നേ, വെറും അന്വേഷണം നടത്തുക. അന്വേഷണം ഒഴിവാക്കാൻ പറയാൻ പറ്റില്ലല്ലോ അവർക്ക്. അന്വേഷണം നടത്തിക്കോട്ടെന്ന് പറയണ്ടേ, പെട്ടെന്ന് നടത്താൻ പറയണം. അത് ചെയ്യാതെ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി നിരപരാധിത്വം ഇവർക്ക് തെളിയിക്കണമെങ്കിൽ അങ്ങനെയല്ലേ ഡിമാൻഡ് ചെയ്യണ്ടേ. അന്വേഷണം നടത്താൻ വേണ്ടി ഒരു ശ്രമം ചെയ്യട്ടെ, സ്പീഡിൽ ട്രയൽ സ്പീഡപ്പ് ചെയ്യണം, വെച്ച് താമസിപ്പിക്കരുത്. ഞങ്ങളെ ശാശ്വതമായി ഇങ്ങനെ ഒരു അക്യൂസ്ഡ് എന്നുള്ള പൊസിഷനിൽ നിർത്തരുത്, ഞങ്ങൾ ഇന്നസെൻ്റ് ആണ്. അത് ഞങ്ങളെ വെറുതെ വിടാനുള്ള വകുപ്പുകളുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പാക്കാൻ നോക്കണ്ടേ, അതിന് നോക്കാത്ത ഇവർ ചെയ്യേണ്ട സമരമല്ലേ. കേസ് പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യുക. ഇതിനകത്ത് വീണാ വിജയൻ ഇൻവോൾവ്മെൻ്റ് ഇല്ല. വീണാ വിജയൻ നാളെ എന്ത് മൊഴി കൊടുക്കും? വീണാ വിജയനോട് ഇത്ര ഇവരുമായിട്ട് കർത്താവുമായിട്ട് ബന്ധമുണ്ട്, എങ്ങനെ ബന്ധമുണ്ടായി? വെറുതെ കർത്താവ് കാശ് കൊടുക്കുമോ? കർത്താവ് പറയാം പോകുന്നവർക്കെല്ലാം കാശ് കൊടുക്കുമോ? ഹിസ് എ ബിസിനസ് മാൻ. റിട്ടയർമെൻറ്റ്, എന്ത് റിട്ടയർ ചോദ്യം വരും. എന്ത് ബെനിഫിറ്റ്? ഇപ്പോൾ ടെക്നിക്കൽ അഡ്വൈസ്, എക്സ്പെർട്ടൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സൈസ് ലീഗിൻ്റെ അവരുടെ എക്സ്പെർട്ടൈസ് ഏതെല്ലാം മേഖല ഇവർ കരിമണ്ണലിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മറ്റേതെങ്കിലും കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ടോ, അവിടുന്ന് കിട്ടിയ പ്രതിഫലം എത്രയാണ്? ഇതിങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ഇതിനൊക്കെ കൊച്ചുത്തരം പറയുമോ? ആ കൊച്ചിന് മുഖം കാണുമ്പോൾ ഇപ്പോൾ സങ്കടം വരിക, അതിനെയും കൃതി കൊടുക്കുക. അത് പൈസയോട് ആർത്തി മൂത്ത് കൃതി കൊടുക്കുക. വീണാ വിജയന് ആ കൊച്ചു വിചാരിച്ച ഒന്നും നടക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയാം. കൊച്ചിൻ്റെ കഴിവല്ല എന്നറിയാം. അപ്പോൾ കൊച്ചിൻ്റെ പിന്നിൽ ഇത് പ്രവർത്തിച്ചാരാ? ഈ വേട്ട നായ്ക്കളെ പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാം. നമ്മുടെ വീട്ടിൽ വളർത്തുന്നവരാണെങ്കിലും മനുഷ്യനെ വരെ കടിപ്പിക്കത്തക്ക രീതി ഉണ്ടാക്കുന്ന പട്ടികളെ ട്രെയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു മുട്ടസൂചി കൊണ്ട് നമ്മുടെ തന്നെ കയ്യിൽ നിന്ന് മുറിച്ച് കൊടുത്തിട്ട് ചോര പിന്നെ കൊണ്ട് നക്കിക്കും. അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ മനുഷ്യൻ്റെ ചോരയുടെ ഗന്ധം അടിച്ച് അവനെ പിടിക്കിടാന്ന് പറഞ്ഞാൽ പോയി പിടിക്കും. അങ്ങനെ ട്രൈ ചെയ്യുന്നത്. അതുപോലെ ഈ ഓരോ ഇടപാടിൽ നിന്നും കാശ് മേടിക്കാനായിട്ട് ഓരോ നോട്ടും ഓരോ ഡോളറും ഓരോ സ്വർണ്ണ നാണയവും നക്കിച്ച് പിണറായി വിജയനെ കൊണ്ട് അങ്ങനെ ഒരു ടെൻഡൻസി ആക്കി എടുത്തു. ഇത് കണ്ടാൽ പിണറായി വിജയന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. എവിടെയെങ്കിലും സ്വർണ്ണക്കടത്തുണ്ടെന്ന് കേട്ടാൽ അടങ്ങിയിരിക്കുകയില്ല. കരിമണ്ണലിൻ്റെ ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കനിയാ മുമ്പിൽ കാണുന്നത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? ആ രീതിയിലേക്ക് പിണറായി വിജയനെ ട്രെയിൻ ചെയ്തെടുത്തൊരു സിസ്റ്റം ഉണ്ട്. അത് പുറത്ത് വരണം. അതാരാണ്? ബ്രിട്ടാസിന് പങ്കുണ്ടോ? ഗോവിന്ദന് പങ്കുണ്ടോ? പാർട്ടിക്ക് പങ്കുണ്ടോ? പ്രകാശ് കാരാട്ടിന് പങ്കുണ്ടോ? ഇത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ പൂർണ്ണ സത്യം അറിയുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നും വെറും അത് പുറമേ കാണിക്കുന്ന കാർൽ മാർക്സിൻ്റെ പടം ഒരു അസ്ഥികൂടം മാത്രമായിരുന്നു, അല്ലെ ചെഗുവേരയുടെ പടം ഒരു അസ്ഥികൂടം മാത്രമേ കാണിച്ചിരുന്നെന്നും ജീവനില്ലാത്ത ചെഗുവേരയും കാർൽ മാർക്സിനെയും മുന്നിൽ നിർത്തിയാണ് അവർ കൊള്ള നടത്തിയിരിക്കുന്നത്.